മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ ബയോട്ടോറിയം, അതിൻ്റെ പ്രോഡക്റ്റും പ്രോജക്റ്റ്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 2.25 വർഷമായി നെഞ്ചിലേറ്റിയ ഈ പ്രോജക്റ്റിനെ പറ്റിയും അതിൻ്റെ സാധ്യതയും കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2.25 വർഷം കൊണ്ട് 5 കോടീശ്വരന്മാരെ സൃഷ്ടിച്ച, നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷാധിപന്മാരാക്കിയ, പല കുടുംബങ്ങളിലെയും ആത്മഹത്യകൾ ഒഴിവാക്കാൻ, പല കുടുംബങ്ങളിലെയും ജപ്തികൾ ഒഴിവാക്കാൻ, പല കുടുംബങ്ങളിലും ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് ഒരു തിരുനാളമായി മാറാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ വീടുകളിലും ഒരു അത്താണിയായി മാറാൻ ഈ ബയോട്ടോറിയം പ്രോജക്റ്റിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം. ആ ഒരു ജൈത്രയാത്രയിൽ 16 വർഷമായ ഇന്ത്യൻ കമ്പനിയായ ഈ ബയോട്ടോറിയം ഗ്രൂപ്പ് ഓഫ് കമ്പനി ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഇടപെട്ടുകൊണ്ട്, സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്കാണ് ആശ്വാസം ഇന്ത്യയിൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റു പല രാജ്യങ്ങളിലേക്കും കടന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ഈ ബയോട്ടോറിയം ഗ്രൂപ്പ് ഓഫ് കമ്പനി നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെ നല്ല രീതിയിൽ അച്ചീവേഴ്സ് ആക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ, ഒരു മെഗാ ഓഫർ, ഒരു ഫെസ്റ്റിവൽ ഓഫർ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5-ാം തീയതി മുതൽ, അതായത് ഏപ്രിൽ 5-ാം തീയതി മുതൽ മെയ് മാസം 31-ാം തീയതി വരെ ഏകദേശം 2 മാസമുള്ള ഒരു ഓഫറാണ് കമ്പനി ഇട്ടിരിക്കുന്നത്. ഇത് വേണ്ട വിധത്തിൽ പ്ലാനിങ്ങോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന കുടുംബങ്ങൾ അടുത്ത 4-5 വർഷത്തിനുള്ളിൽ ആ പഞ്ചായത്തിലെ സമ്പന്നന്മാരായി മാറിയിരിക്കും, അറിയപ്പെടുന്ന സമ്പന്നതയിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള ഒരു ഫോർമുലയാണ് ബയോജയൻസ് കേരള ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്, ഈ ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് വരാൻ രജിസ്റ്റർ ചെയ്ത് KYC ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം വാങ്ങേണ്ടത് ഒരു പാൻ കാർഡിൽ ഒരു ID എന്ന നിലയിൽ ഒരു ഉൽപ്പന്നമാണ്. ഉൽപ്പന്നം വാങ്ങുകയാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു മൊബൈൽ വാങ്ങുന്നത് പോലെ, ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നത് പോലെ, ഒരു AC വാങ്ങുന്നത് പോലെ, എന്തിനൊരു മിക്സി വാങ്ങുന്നത് പോലെ ഒരു ഉൽപ്പന്നത്തിന് പണം കൊടുക്കുന്നു. ആ ഉൽപ്പന്നം നമ്മൾ അപ്പോൾ തന്നെ വാങ്ങി കയ്യിലെടുക്കുന്നുണ്ട്. കൊടുക്കുന്ന പൈസയിൽ കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നം, വാല്യൂ ഫോർ മണി, നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നുണ്ട്. ഒരിക്കൽ വാങ്ങിയാൽ അത് 25 വർഷം ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണ് കയ്യിൽ തരുന്നത്. അങ്ങനെ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ബാധ്യത വരുന്നില്ല അവിടെ ഒരാളോടും. അങ്ങനെ ഒരു പാൻ കാർഡിൽ ഒരു ID എടുത്ത് ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി ഒരു ബിസിനസ് ആംഗിളിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ക്രൈറ്റീരിയ കമ്പനി പറയുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റുമായി ഈ സോഫ്റ്റ്വെയറിലൂടെ നമ്മുടെ ടീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ 50 PV, അതായത് 7790 രൂപയുടെ ഒരു സിംഗിൾ പാക്ക് നമ്മൾ ഉൽപ്പന്നം വാങ്ങുക. രണ്ടാമത്തെ സൈഡിൽ 100 PV 12290 രൂപയുടെ ഫാമിലി പാക്ക് വാങ്ങുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെക്കമെൻഡ് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ക്രൈറ്റീരിയ. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഐഡിയയിൽ ഒരു ഉൽപ്പന്നം വാങ്ങി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവര് 150 PVയുടെ ബിസിനസ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടോ സ്വന്തം ഫാമിലിയിൽ എടുത്തുകൊണ്ടോ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ബോണസായ 500 രൂപയും അതിൻ്റെ TDSും സർവീസ് ചാർജും കഴിച്ച് ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു ദിവസം 2 സൈക്കിൾ എന്ന രീതിയിൽ, മോർണിംഗ് സൈക്കിൾ എന്നും ഈവനിങ് സൈക്കിൾ എന്ന രീതിയിൽ 2 വരുമാനങ്ങൾ നമുക്ക് ഡെയിലി സിസ്റ്റമാറ്റിക്കലി തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിസ്സാരമായ ഒരു പർച്ചേസിലൂടെ വരുമാനം കിട്ടി 5 കോടീശ്വരന്മാരെ കേരളത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു 2.25 വർഷം കൊണ്ട്. അപ്പോൾ ഈ ബിസിനസിന്റെ സാധ്യത ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വരുമാനം കിട്ടുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അച്ചീവേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് കമ്പനിയുടെ ഒരു ബോണസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓഫർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ 5-ാം തീയതി മുതൽ ഒരു വ്യക്തി KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റും റൈറ്റുമായി 150 PV 5 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ, ക്രൈറ്റീരിയ ശ്രദ്ധിക്കണം, ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ 5 ദിവസത്തിനുള്ളിൽ ലെഫ്റ്റും റൈറ്റുമായി 2 ബിസിനസ് നടത്തി അത് 150 PV ഉണ്ടായി ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ, കമ്പനി ഈ ബയോട്ടോറിയം ഗ്രൂപ്പ് ഓഫ് കമ്പനി നൽകുന്ന ഓഫർ 15590 രൂപയുടെ ഏതാണ്ട് 10 പീസ് അടങ്ങുന്ന ഒരു കിറ്റാണ്. അതും സൂപ്പർ ഡീലക്സ് മാട്രസ് സെറ്റാണ്. 10 പീസ് ഉണ്ടാവനകത്ത്. ഏതൊക്കെയാണത്? 2 6-3 മാട്രസ് പാഡ്, 2 ബ്രേസ്ലെറ്റ്, 2 റിസ്റ്റ് പാഡ്, 2 പില്ലോ പാഡ്, 2 വാട്ടർ ജി പാഡ്. ഇതടങ്ങുന്ന സൂപ്പർ ഡീലക്സ് മാട്രസ് പാഡ് സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ബിസിനസ് തുടങ്ങുന്ന ഒരാള് ഒരു 5 ദിവസത്തിനുള്ളിൽ ലെഫ്റ്റും റൈറ്റും 2 കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുകയോ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള 2 പേരെ പാൻ കാർഡ് അടിച്ചുകൊണ്ട് ആ
ഉൽപ്പന്നം വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആകെ ചെലവാകുന്നത് 24,570 രൂപയാണ്. GST കൊടുത്ത ബില്ലടക്കം നമ്മുടെ കുടുംബത്തേക്ക് കിട്ടുന്നതാണ്. 25 വർഷം ഉപയോഗിക്കാം. നമുക്കറിയാം ഇന്നിപ്പോ കേരളത്തിൽ ഈ ബിസിനസ് 2.25 വർഷം കൊണ്ട് ഏതാണ്ട് 1,05,000 വ്യക്തികളിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. വ്യക്തികളിലേക്ക്, കുടുംബത്തിലേക്കല്ല, വ്യക്തികളിലേക്ക്. ഒരു കുടുംബത്തിൽ മിനിമം നോക്കിക്കഴിഞ്ഞാൽ 3 കട്ടിലുണ്ടാവും. അതിൽ കൂടുതലുള്ളവരുണ്ട്. മിനിമമാണ് ഞാൻ പറഞ്ഞത്. ഈ 3 കട്ടിലും ഉൽപ്പന്നം വേണ്ടേ? ഭാര്യ കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഇവർക്കെല്ലാം ബെഡിൽ അല്ലെങ്കിൽ അവരുടെ കട്ടിലിൽ മാട്രസ് പാഡ് വേണ്ടേ? അവർക്ക് ആരോഗ്യം വേണ്ടേ? അവർക്ക് ഈ ആരോഗ്യം സംരക്ഷിക്കണ്ടേ? അപ്പൊ തികച്ചും ഒരു ഫാമിലി ആയിട്ട് ഈ ബിസിനസ് കാണണം. അങ്ങനെ വരുമ്പോൾ മിനിമം 3 കട്ടിലിൽ 3 പ്രോഡക്റ്റ് വേണ്ടേ? ഇപ്പൊ വ്യക്തികളിലെത്തിയിട്ടുള്ളൂ. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഓരോ വീടുകളിലും ഓരോ കട്ടിലിലും ഈ ഉൽപ്പന്നം വരും. 100% എഴുതി വെച്ചോളൂ. കാരണം ഇത് ജനങ്ങൾ അംഗീകരിച്ച, ജനസ്വീകാര്യതയുള്ള, ജനസമ്മതി നേടിയ ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. ഇത് എത്തിയേ പറ്റൂ. അത്രയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഫോർമുല ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ബയോജൻസ് കേരള ഗ്രൂപ്പ് ഒരു ഫാമിലി പ്രോജക്റ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ഇതൊരു വലിയ വ്യവസായമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. കാരണം അനന്ത സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖല. ഇത് ഇന്ത്യ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. ഇത് ഞാൻ പറഞ്ഞതല്ല. കേന്ദ്ര ഗവൺമെന്റിന് ഫിക്കിയും KPMGയും കൊടുത്ത റിപ്പോർട്ടാണിത്. ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതാണിത്. അതൊരു ഇന്ത്യൻ കമ്പനിയായ ഈ ബയോട്ടോറിയത്തിലൂടെ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ് അടുത്ത 5-10 വർഷത്തിനുള്ളിൽ. അപ്പൊ നമ്മളൊരു ഫാമിലി ബിസിനസ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കണം. ഒരു കുടുംബമായിട്ട് ഇതിനെ ഏറ്റെടുക്കണം. അങ്ങനെ കുടുംബമായി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പാൻ കാർഡിന് ഒരു ID. ഒരു പാൻ കാർഡിൽ ആദ്യം ഒരു ID അടിച്ച് KYC ചെയ്തതിനു ശേഷം 4,490 രൂപയുടെ ഒരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുക. ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 പേരെ സ്പോൺസർ ചെയ്ത് ഉൽപ്പന്നം വാങ്ങണമല്ലോ. അതാണല്ലോ ക്രൈറ്റീരിയ, ക്വാളിഫിക്കേഷൻ. അതിന് നമ്മുടെ വീട്ടിലുള്ള ഭാര്യയാവാം, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവാം, അച്ഛനാവാം, അമ്മയാവാം, മക്കളാവാം. ഒരു ഫാമിലിയിൽ 3 പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ഇന്ന് തയ്യാറായാൽ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഈ ബയോട്ടോറിയം സീരിയസ് ആയി ചെയ്യുന്നവരുടെ കുടുംബത്തേക്ക് ഒരു ദിവസം 4 ലക്ഷം രൂപ, ഒരു മാസം 1,20 ലക്ഷം രൂപ വരുമാനക്കാരനായി മാറുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓരോ മാസവും ഓരോ കോടീശ്വരന്മാരുണ്ടായിക്കൊണ്ടിരിക്കും ഓരോ കുടുംബങ്ങളിലും. അതുതന്നെയാണ് സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പും ബയോജയൻസ് കേരള ഗ്രൂപ്പും വിഭാവനം ചെയ്യുന്നത്. 2025 ഡിസംബർ മാസമാകുമ്പോഴേക്കും കേരളത്തിൽ 101 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് ഞങ്ങൾ വെറുതെയല്ല. ഇത് സംഭവിക്കാൻ പോകുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ബിസിനസ് വിജയിക്കുന്നത് ടീം വർക്കാണ് സുഹൃത്തുക്കളെ. മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ലിവറേജ് ആണ്. ടീം സെറ്റ് ചെയ്യണം. ഓരോ കുടുംബങ്ങളും അതിന് ഏറ്റെടുക്കണം. ഈ ഫാമിലി പ്രോജക്റ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ അവതരിപ്പിക്കാം. ആദ്യം ഒരു ഭർത്താവാണോ ഭാര്യയാണോ ആരാണോ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പാൻ കാർഡിൽ 4,490 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുന്നു. 5 ദിവസം നീണ്ടു നിൽക്കരുത്. സമയം 5 ദിവസം തന്നിട്ടുണ്ടെങ്കിലും 5 ദിവസം എടുക്കരുത്. അന്ന് തന്നെ നിങ്ങൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഭാര്യയുടെയോ മക്കളുടെയോ അച്ഛന്റെയോ അമ്മയുടെയോ പേരിൽ 3 പാൻ കാർഡ് ഉപയോഗിച്ച് ആദ്യത്തെ IDയിൽ 4,490 ലെഫ്റ്റും റൈറ്റും 50 PVയും 100 PVയും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു. ഫസ്റ്റ് ബോണസ് 500 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ ബോണസുകൾക്കും നമ്മൾ എലിജിബിളായി. 2 സൈക്കിളാണെന്ന് നമുക്കറിയാം വരുമാനം. രാവിലെയും വൈകുന്നേരവും, മോർണിംഗ് ആൻഡ് ഈവനിങ് സൈക്കിളിലാണ്. കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യ രാജ്യത്ത് സെക്കൻഡുകൾ വ്യത്യാസമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 4 കോടി രൂപ ഒരു ദിവസം പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഫാമിലി പ്രോജക്റ്റ് പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് 3 ID എടുക്കുമ്പോൾ മൊത്തമായി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി മുടക്കുന്ന സംഖ്യ 24,570 രൂപയാണ്. 24,570 രൂപ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചാണ് കേട്ടോ. അല്ലാണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കല്ലോ. ആ പ്രോഡക്റ്റ് കിട്ടി 25 വർഷം ഉപയോഗിക്കാൻ ഉൽപ്പന്നം കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ബിസിനസ് ചെയ്തില്ലെങ്കിലും ആർക്കും ഒരു പരിഭവമില്ല, ആർക്കും ഒരു നഷ്ടസാധ്യതയുമില്ല. പക്ഷേ ബിസിനസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ബിസിനസിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു IDയിൽ ഒരു പാൻ കാർഡിൽ കമ്പനി വിഭാവനം ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം 1,36,000 രൂപ വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. റീപർച്ചേസ് ഉൾപ്പെടെ 1,36,000 രൂപ പെർ ഡേ ഒരു പാൻ കാർഡിൽ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള 2 പാൻ കാർഡ് കൂടി ഉപയോഗിച്ചിട്ടാണ് ലെഫ്റ്റും റൈറ്റും പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ 1,36,000 ഇൻറ്റു 3 ഒരു ദിവസം 4 ലക്ഷം രൂപ വരുമാനം എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല, വിശ്വസിക്കാനും പറ്റില്ല. വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് നമ്മുടെ കഴിവല്ല, ടീം വർക്കാണ്. മാൻ പവർ മൾട്ടിപ്ലിക്കേഷനാണ്. ലക്ഷക്കണക്കിന്
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഈ ബിസിനസ് ചെല്ലും. ഓരോ കുടുംബങ്ങളിൽ ഈ സാധനം എത്തും. ആ സമയത്ത് ഇന്ന് 24,570 രൂപ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കൂ, ഒരു വ്യവസായമായിട്ട് ചിന്തിക്കൂ. എന്തിനുണ്ട്? ഇവിടെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചതല്ലേ? അങ്ങനെയെങ്കിൽ 4 ലക്ഷം രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഇൻകം എത്രയായി? 1,20,00,000 രൂപ. 1,20,00,000 രൂപ വരുമാനം കിട്ടുന്ന എന്ത് ബിസിനസ് ആണ് ഈ ലോകത്തുള്ളത്? എന്ത് മുടക്കണം? അതിന് ആരുടെ കയ്യിലെ ഉള്ളത്? ആരാ ഇനി മുടക്കി ബിസിനസ് ചെയ്യാൻ പോണ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ? ഇവിടെ 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഉൽപ്പന്നം വാങ്ങിയെന്നല്ലാതെ വേറൊരു റിസ്ക്കും ഇവിടെ ആരും എടുത്തിട്ടില്ല. ഈ പണം 24,570 രൂപ കണ്ടെത്തണം. പെയിനുള്ളിടത്തെ ഗെയിനുള്ളൂ. റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ആ റിസ്ക് ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടായിക്കോട്ടെ. നിങ്ങളുടെ ബിസിനസ് നമ്മുടെ കുടുംബത്തിൽ 2-3 വർഷം കഴിയുമ്പോൾ ഓരോ കോടീശ്വരന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇത് 2, 3, 5, 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലുള്ള മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അസൂയാവഹമായ ഒരു മുന്നേറ്റമായിരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. അതിൽ കേരളം എടുത്തു പറയേണ്ടി വരും. കാരണം ഇത് ബുദ്ധിപരമായി ചെയ്യേണ്ട ബിസിനസ്സാണ്. വെറുതെ നടക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത്യാവശ്യം തലയിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. ഒരു പണിയില്ലാത്തവൻ ചെയ്യുന്ന ബിസിനസ് അല്ല. സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ടതല്ല. ഫുൾ ടൈം നിന്നടിക്കണം. ഫുൾ ടൈം നിന്ന് ഇത് ഏറ്റെടുക്കണം. ചങ്കിൽ ദീർഘവീക്ഷണത്തോട് ചിന്തിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വരുമാനം ചെറുതല്ല. അങ്ങനെ 5 ദിവസത്തിനുള്ളിൽ 2 പേരെ സ്പോൺസർ ചെയ്ത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് 15,590 ഉൽപ്പന്നം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 50,000 രൂപ വെർത്ത് വരുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇമ്മീഡിയറ്റ്. അത് നേരിട്ട് കമ്പനി നമ്മുടെ അഡ്രസ്സിൽ തന്നെ വീട്ടിലെത്തിച്ചു തരും. 24,570 രൂപ മുടക്കുന്ന വ്യക്തിക്ക് 50,000 രൂപയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കിട്ടി. ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഡെമോ പീസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീടുകളിൽ അവരവരുടെ വീടുകളിൽ ഉപയോഗിക്കാം. ഇത് ഫാമിലി ആയിട്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് 3 പാൻ കാർഡ് ഉപയോഗിച്ച കുടുംബത്തിൽ ബിസിനസ് ഏറ്റെടുത്താൽ ഓരോ മാസവും ഓരോ കോടീശ്വരന്മാരെ സൃഷ്ടിക്കപ്പെടും. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് ബയോജൻസ് കേരള ഗ്രൂപ്പ് നിങ്ങളോട് പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നത്. അതായത് ABC ഫോർമുല. ABC ഫോർമുല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ. ഇത് ചങ്കിലേറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ഒരു 2 മാസം കൊണ്ട് ടീം സെറ്റ് ആവും. ജീവിതം മാറ്റിമറിക്കും. 1 രൂപ വരുമാനം അല്ലെങ്കിൽ 1 രൂപ കഷ്ടപ്പാടും ദുരിതം അറിഞ്ഞ് ഒരു 50 രൂപ പോലും ഒരു ആളും തരാനുണ്ടാവില്ല. ഒരു കൂടപ്പുറപ്പ് പോലും സഹായിക്കില്ല. ഒരു ബന്ധുക്കാരും ഉണ്ടാവില്ല. ഒരു കൂട്ടുകാരും ഉണ്ടാവില്ല. ബാധ്യതകളും പ്രശ്നങ്ങളും വന്നാൽ അവനവന്റെ കുടുംബം തന്നെ നശിച്ചു പോകും. ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടും. പക്ഷേ അവസരം ദൈവം തരും. ഇതാ നിനക്കൊരവസരം എന്ന് പറഞ്ഞുകൊണ്ട് കാലഘട്ടം അനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റും കാലഘട്ടം അനുസരിച്ചൊരു ബിസിനസ്സും നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ഇത് വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ പഞ്ചായത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ജോലിക്കോ ബിസിനസിനോ തടസ്സമില്ലാതെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരത്താണിയായി വെളിച്ചമായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കമ്പനിയുടെ സ്ലോഗനായ ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തെ, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു രാഷ്ട്രത്തെ, സന്തോഷമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ ഒരു ഇന്ത്യൻ കമ്പനിയായ ഒരു MSME പ്രോജക്റ്റിന്റെ ഭാഗമായ വലിയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ സേവിച്ചുകൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഒരു മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് നിങ്ങൾ ഓരോ കുടുംബങ്ങളും ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു. நானும் நெட்வொர்க் மார்க்கெட்டிங் பண்ணுங்கன்னு எவ்வளவுதான் நான் கத்திக்கிட்டு இருக்கிறதுங்க. ஏங்க தமிழ்நாட்டில் இன்னைக்கு வேலை வாய்ப்பு ரொம்ப கம்மியாயிட்டே வருதுங்க. படித்த இளைஞர்கள் இன்னைக்கு வேலை இல்லாமல் கஷ்டப்பட்டுக்கிட்டு இருக்காங்க. அப்படி வேலை கிடைச்சாலும் 90% மக்களுக்கு வெறும் 20,000 ரூபா சம்பளம் தாங்க கிடைக்குது. 20,000 ரூபா சம்பளத்தில் நீங்கள் வேலைக்கு சேர்ந்தீங்கன்னா 40 வருஷம் வேலை செஞ்சீங்கன்னா வெறும் 96 லட்சம் ரூபா தாங்க உங்களுக்கு மிஞ்சும். 96 lakhs தான் மொத்தமாக நீங்கள் சம்பாதிச்சிருப்பீங்க 40 வருஷத்தில். 30,000 ரூபா சம்பளம் இருந்தால் 40 வருஷத்தில் 1,44 லட்சம் ரூபா தான் சம்பாதிச்சிருப்பீங்க 40 வருஷம் கஷ்டப்பட்டீங்கன்னா. அதில் உங்களுக்கு வீட்டு வாடகை EB அதுவே மாதம் 10,000 ரூபா நீங்கள் எடுத்து வைக்கணும். அப்படி எடுத்து வச்சிங்கன்னா 40 வருஷத்தில் 48 லட்சம் ரூபா அதில் நீங்கள் கட்டியிருப்பீங்க. மீதி இருக்கிறது வெறும் 96 லட்சம் ரூபா தான். அது தவிர மல்லிகை ஜாமான், அதுக்கப்புறம் கேஸு எக்ஸெட்ரா அது ஒரு 10,000 ரூபா வச்சுப்போம் மாதம். 40 வருஷம் நீங்கள் செலவு பண்ணியிருந்தீங்கன்னா 96 லட்சத்தில் திருப்பி 48 லட்சம் ரூபா கழிஞ்சிரும். அப்போ மீதி இருக்கிறது வெறும் 48 லட்சம் ரூபா தாங்க. அதுக்கப்புறம் பெட்ரோலு, அந்த வண்டியோட மெயின்டெனன்ஸு அதெல்லாம் ஒரு 5,000 ரூபா எடுத்துப்போம். அப்படி 40 வருஷம் நீங்கள் செலவு பண்ணியிருந்தீங்கன்னா அதில் ஒரு 24 லட்சம் ரூபா கழிஞ்சிரும். அப்போ மீதி இருக்கிறது வெறும் 24 லட்சம் ரூபா தான். அதுக்கப்புறம் பிள்ளைங்களுடைய எஜுகேஷனு, ஹாஸ்பிட்டல் செலவு, அது தவிர ஏகப்பட்டது இருக்குது. அது ஒரு 5,000 ரூபா வச்சுப்போம். 40 வருஷம் பார்த்தீங்கன்னா அது ஒரு 24 லட்சம் ரூபா. மீதி இருக்கிறது 0.
அதை தவிர ட்ரெஸ் இருக்கு, நகை இருக்கு, பிள்ளைங்களுடைய கல்யாணம் இருக்கு, டிராவல் இருக்கு, தீபாவளி, பொங்கல், கிறிஸ்மஸ், நியூ இயர், ரம்ஜான், பக்ரீத் இருக்கு, ஏதாவது ஒரு மற்ற நண்பர்கள் உறவினர்களுடைய ஃபங்க்ஷன்னா கிஃப்ட் வாங்கிட்டு போனோம், ஏகப்பட்டது இருக்கு. திடீர்னு வீட்டில் ஒரு எமர்ஜென்சி, பெரியவங்களுக்கு பெற்றோர்களுக்கு உடம்பு சரியில்லைன்னா ஆஸ்பத்திரி செலவு. இன்னைக்கு ஆஸ்பத்திரிலாம் போனால் லட்சங்கள்ல எடுத்து வைக்கணும். ஏற்கனவே ஜீரோ. என்ன பண்ணுவீங்க? எங்க போவீங்க? ஏங்க சொன்னா கேளுங்க. நீங்க ஏதாவது வேலையில் இருந்தீங்கன்னா அட்லீஸ்ட் ஒரு பார்ட் டைமாவது நல்ல ஒரு நெட்வொர்க் மார்க்கெட்டிங்ல நீங்க உங்களை இணைச்சுக்கிட்டு உழைப்ப போடுங்க. நீங்க 40 வருஷம் அங்க உழைச்சாலும் உங்களுடைய மீதி பேங்க் பேலன்ஸ், உங்ககிட்ட இருக்கிற பணம் ஜீரோ. ஆனா இங்க ஒரு 3 இருந்து 5 வருஷம் நீங்க உழைப்ப போட்டீங்கன்னா உங்களுக்கு கீழே பல 100 பல 1000 பேர் இருப்பாங்க உங்களுக்கு கீழே வேலை செய்யறதுக்கு. நீங்க 30 வருஷத்துல வேலை செஞ்சாலும் சம்பாதிக்க முடியாததை 3 இருந்து 5 வருஷத்துல நீங்க சரியா முறையா நெட்வொர்க் மார்க்கெட்டிங்ல வேலை செஞ்சா சம்பாதிக்க முடியும்ன்றதுனால தானே நான் சொல்லிட்டு இருக்கேன். இன்னைக்கு 60 வயசுக்கு மேல உள்ளவங்க பிள்ளைங்க படிப்புக்காக வாங்கின கடனையும் பிள்ளைங்க கல்யாணத்துக்காக வாங்கின கடனையும் அடைக்கிறதுக்காக ரிட்டையர் ஆகி சந்தோஷமா இருக்க வேண்டிய அந்த வயசுல செக்யூரிட்டி வேலைக்கு போற கொடுமை இன்னைக்கு நடந்துட்டு இருக்குங்க. நீங்க ரிட்டையர் ஆனதுக்கு அப்புறம் உங்க கையில காசு இல்லைன்னு வைங்களேன், ஒரு நாய் கூட உங்களை மதிக்காது. அப்புறம் தானே பிள்ளைங்க. ஏங்க புரிஞ்சுக்க மாட்டேங்கிறீங்க? இதுக்கு மேல என்னால உங்களுக்கு எப்படி புரிய வைக்கணும்ன்றது தெரியலங்க. வணக்கம்.